ഈ മണിക്കൂറിൽ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട കോന്നി ചെങ്ങറയിൽ ടാപ്പിംഗ് തൊഴിലാളികൾ ഇന്നും കടുവയുടെ മുന്നിൽപ്പെട്ടു. ഓടി രക്ഷപ്പെടുന്നതിനിടെ രണ്ടുപേർക്ക് പരിക്കേറ്റു. ദമ്പതികളായ ഷാജി മിനി എന്നിവർക്കാണ് പരിക്കേറ്റത്. ഷിജോ കുര്യൻ പത്തനംതിട്ടയിൽ ചെയ്യുന്നു. ഷിജോ, ഭീതി പരത്തിയ കടുവ അവിടെ ദിവസങ്ങളായി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. പലപ്പോഴായി പല ആളുകൾ കണ്ടെന്ന് പറയുന്നു. എന്തായി വനം വകുപ്പിന്റെ നടപടികൾ? എവിടം വരെ എത്തി അവരുടെ കാര്യങ്ങൾ? സുഹൈൽ, കഴിഞ്ഞ ഒരു മാസത്തിനിടെ പത്തനംതിട്ട ജില്ലയുടെ മലയോര മേഖലകളിൽ നിന്ന് 2 കടുവയാണ് വനം വകുപ്പ് പിടികൂടിയത്. വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ വീണ കടുവ, അതിന് പിന്നാലെ മറ്റൊരു സ്ഥലത്ത് നിന്ന് കിണറ്റിൽ വീണ കടുവ, അങ്ങനെ 2 കടുവകളെ വനംവകുപ്പ് പിടികൂടിയതാണ്. അതിന് പിന്നാലെയാണ് ചെങ്ങറയിലും കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ട് വലിയ തരത്തിൽ ഭീതി പടർത്തിക്കൊണ്ട് കടുവ ജനവാസ മേഖലയിൽ അടക്കം ഇറങ്ങുന്നത്. അവിടെ എസ്റ്റേറ്റിൽ ടാപ്പിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ടാപ്പിംഗ് തൊഴിലാളികളാണ് കൂടുതലും കടുവയുടെ മുന്നിൽ അകപ്പെടുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരാൾ കടുവയുടെ മുന്നിൽ അകപ്പെടുകയും അവിടുന്ന് വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു. ഇന്നും അതിന് സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ദമ്പതികളായിട്ടുള്ള 2 പേർ ഷാജിയും മിനിയും ടാപ്പിങ്ങിന് വേണ്ടി എസ്റ്റേറ്റിലേക്ക് പോകുന്നു. ഇന്ന് പുലർച്ചെ 5:30 കടുവയുടെ മുന്നിൽ അകപ്പെടുന്നു. കടുവയെ കണ്ടതോടുകൂടി അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടെ വീണ് പരിക്കേൽക്കുകയും ചെയ്തു. ആ വീഴ്ചയിൽ മിനി ഒരു ചെറിയൊരു കുഴിയിലേക്കാണ് വീണത്. മിനിയുടെ കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. കോന്നി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ ആരോഗ്യനിലയിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ വനം വകുപ്പ് ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുന്നില്ല എന്നുള്ള ആക്ഷേപമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. തുടർച്ചയായിട്ട് കടുവയെ കാണുന്നു, ജനങ്ങൾ അത് കൃത്യമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും വനം വകുപ്പ് അവിടെ പരിശോധന നടത്താനോ കൂട് സ്ഥാപിക്കാനോ CCTV സ്ഥാപിക്കാനോ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് ആക്ഷേപം. എന്തായാലും കടുവ അവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. അവരുടെ പ്രതികരണമടക്കം നമുക്ക് ലഭ്യമായതാണ്. പ്രതികരണത്തിലടക്കം അവർ പറയുന്നത് വലിയ ഭീതിയോടുകൂടിയാണ് തൊഴിൽ തേടി എസ്റ്റേറ്റിലേക്ക് പോകുന്നത്. വനം വകുപ്പ് ഇടപെട്ടില്ല എങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള ഭയത്തോടു കൂടിയാണ് കഴിയുന്നതെന്നും നാട്ടുകാരൊക്കെ പറയുകയും ഒരു പ്രതികരണം കൂടി ഇത് സംബന്ധിച്ച് വരുന്നുണ്ട്. ആ പ്രതികരണം കൂടി പ്രേക്ഷകരിലേക്ക്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഹാരിസൻ്റെ തോട്ടത്തിൽ നമ്മുടെ പ്ലാങ്കാട് പോകുന്ന വഴിക്ക് വെട്ടാൻ പോകുന്ന സമയത്ത് ഇതിനെ കടുവയെ കണ്ട സമയത്ത് ഞങ്ങൾ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഇത് ഇപ്പോൾ മുന്നോട്ട് ആഞ്ഞു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഓടി. അവൾ കുഴിക്കകത്ത് വീണ് അവിടെ കൈയുടെ ഷോൾഡർ തെറ്റി. ആദ്യമായിട്ട് ഞാൻ കങ്ങൾ കാണുന്നത് ഇവിടെ കഴിഞ്ഞ ആഴ്ച ഉണ്ടെന്ന് പറയുന്നത് കേട്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ഞങ്ങൾ 5:30 പോകുന്നത്. കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പല ആളുകൾ പല ആവർത്തി വനം വകുപ്പിനെ അറിയിച്ചിട്ടും ഒരു നടപടിയും വനംവകുപ്പ് സ്വീകരിക്കുന്നില്ല. കടുവാഭീതിയിലാണ് നാട്ടുകാർ. ഇന്നും കടുവയെ കണ്ടെന്ന വാർത്ത വിശദാംശങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.